We are starting now. നമ്മൾ ഇന്ന് പറയുന്നത് പ്രോസസ് ഫോർ ലബോറട്ടറി ഇൻചാർജ്. ഒരു ലബോറട്ടറിയിലെ ഇൻചാർജിന്റെ ഡെയിലി പ്രോസസ്സുകളെ കുറിച്ചാണ്. പെട്ടെന്ന് തന്നെ പ്രോസസ്സിലേക്ക് പോകാം. ഒന്ന് ഇതിൽ പറയുന്നത് ഡെയിലി പ്രോസസ് ഓഫ് ലാബ് ഇൻചാർജ്. The role of a laboratory in charge involves overseeing smooth and efficient functioning of the laboratory while ensuring compliance with quality and safety standard. നമ്മളുടെ ക്വാളിറ്റിയും സേഫ്റ്റി സ്റ്റാൻഡേർഡിനും വേണ്ടി എഫിഷ്യന്റ് ആയ വർക്കബിലിറ്റി, സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ട കാര്യങ്ങൾ ഓവർസീക്ക് ചെയ്യുക, മേൽനോട്ടം വഹിക്കലാണ് ഒരു ഇൻചാർജിന്റെ ഓവറോൾ റോൾ എന്ന് പറയുന്നത്. അതിൽ ഏതെല്ലാം ഏരിയകൾ വരും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒന്ന് ഇതിനെ സ്ട്രക്ചർ ആക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് മോർണിംഗ് ടാസ്ക് എന്നും, അതേപോലെ തന്നെ മിഡ് ഡേ ടാസ്ക്, അതേപോലെ എൻഡ് ടാസ്ക്. ഇങ്ങനെ 3 ടാസ്കുകളായിട്ടാണ് ഈ ഒരു ടോട്ടൽ പ്രോസസ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. മോർണിംഗ് ടാസ്കിൽ വരുന്നത് ഫ്രം ഒരു നോർമൽ ടൈം 8:30 മുതലാണ് നമ്മൾ ഇതിലും കാണിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഓൺ കോൾ അവൈലബിൾ ആയിരിക്കണം. കാരണം നമ്മൾ വി ആർ ദ ഇൻചാർജ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ എന്തൊരു കാര്യം എപ്പോൾ നടന്നാലും അതിനെ കുറിച്ച് ആൻസറബിൾ ആയിരിക്കും. സോ ഫ്രം ദ മോർണിംഗ് പറയാം. ഒന്ന് സ്റ്റാർട്ട് ഓഫ് ഡേ ബ്രീഫിംഗ്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, meet with lab staff to discuss day schedule, workload, any critical or pending task. എല്ലാ സ്റ്റാഫുകളുമായിട്ട് ഒരു ചെറിയൊരു കൂടിക്കാഴ്ച ഡിസ്കസ് ചെയ്യുക. ഇന്നത്തെ ഷെഡ്യൂളിനെ കുറിച്ച്, എക്സ്പെക്ട് ചെയ്യുന്ന വർക്ക്ലോഡ്, ക്രിട്ടിക്കൽ റിസൾട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ, പെൻഡിങ് ടാസ്കുകൾ എന്തെങ്കിലും ഉണ്ടോ, ഇതെല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്യുക. സ്പെഷ്യൽ ടെസ്റ്റുകൾ, റിവ്യൂ സ്പെഷ്യൽ ടെസ്റ്റ് റിക്വസ്റ്റ് ഓർ അർജന്റ് റിക്വയർമെന്റ്. എന്തെങ്കിലും അർജന്റ് റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഫില്ലപ്പ് ഡെയിലി പ്രോസസ്. ഇപ്പോ നമ്മൾ ഡെയിലി സ്റ്റാഫുകൾക്ക് ഡെയിലി പ്രോസസ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഡെയിലി പ്രോസസ് ഗൂഗിൾ ഷീറ്റിൽ അപ്ഡേറ്റ് ചെയ്യുക. ഫസ്റ്റ് ടൈം ചെയ്യേണ്ട പരിപാടികളാണ്. ഒന്ന്, ലാബ് സ്റ്റാഫുകളുമായിട്ട് ഡിസ്കസ് ചെയ്യുക ഇന്നത്തെ ഷെഡ്യൂൾ. വർക്ക് ലോഡ് അസസ് ചെയ്യുക. ക്രിട്ടിക്കൽ പെൻഡിങ്സ് ഉണ്ടോ, ക്രിട്ടിക്കൽ റിസൾട്ടുകൾ അല്ലെങ്കിൽ പെൻഡിങ് ടാസ്കുകൾ ഉണ്ടോ നോക്കുക. ദെൻ റിവ്യൂ, അതായത് റിവ്യൂ സ്പെഷ്യൽ ടെസ്റ്റ് റിക്വസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ, അർജന്റ് റിക്വയർമെന്റ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അതിനൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഹോം കെയർ എന്തെങ്കിലും അറേഞ്ച് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മുൻകൂട്ടിയിട്ട് ഫ്രം ദ ബിഗിനിങ്ങിൽ തന്നെ ആ കാര്യങ്ങൾ നോക്കാം. പിന്നെ നമ്മളുടെ ഡെയിലി പ്രോസസ് ഓഫ് ദി സ്റ്റാഫിന്റെ ഡെയിലി പ്രോസസ് ഉണ്ട്. സ്റ്റാഫിന്റെ ഡെയിലി പ്രോസസ്സിൽ എല്ലാ സ്റ്റാഫുകളും എല്ലാ പ്രോസസ്സുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവർ അവെയർ ആണ്. ദെൻ അതിൽ കാണുന്ന ടോട്ടൽ വാല്യൂ നമ്മൾ ഗൂഗിൾ ഷീറ്റിൽ റിപ്പോർട്ടായിട്ട്, ഡെയിലി റിപ്പോർട്ടായിട്ട് അവരെ മാർക്ക് ചെയ്യാം. 2, ഫെസിലിറ്റി ചെക്ക്. ഇൻസ്പെക്ട് ലാബ് ക്ലീൻനെസ് ആൻഡ് റെഡിനെസ് ഫോർ ദ ഓപ്പറേഷൻ. അതായത് നമ്മുടെ ലാബ് റെഡിയാണ് എല്ലാത്തിനും. അതായത് ക്ലീൻ ആണ്, നമ്മുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി റെഡിയാണ്. പ്രിന്റർ, പേപ്പേഴ്സ്, എല്ലാ സാധനങ്ങളും റെഡിയാണ്. നമ്മുടെ മെഷീൻസ് റെഡിയാണ്. വെരിഫൈ ദാറ്റ് ഓൾ എക്യുപ്മെന്റ്സ് ലൈക്ക് സെൻട്രിഫ്യൂജ്, മൈക്രോസ്കോപ്പ്, അനലൈസേഴ്സ് എല്ലാം ഫങ്ഷനിലും കാലിബ്രേറ്റഡുമാണ് എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്താം. പിന്നെ ചെക്ക് സ്റ്റോക്ക് ലെവൽ ഓഫ് ദി കൺസ്യൂമബിൾസ് ലൈക്ക് റിയേജൻസ്, ടെസ്റ്റ് കിറ്റ്, അതർ സപ്ലൈസ്. ഇപ്പോൾ സിറിഞ്ച്, സൂചി, അതേപോലെ തന്നെ റിയേജന്റ് കിറ്റുകൾ, ഇതൊക്കെ ഉണ്ട്. ഇൻവെന്ററി ഐറ്റംസ്, ഇതിലൊക്കെ സാധനങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പേപ്പേഴ്സ്, പ്രിന്റിംഗ് പേപ്പേഴ്സ്, ഈ സംഗതികളൊക്കെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഒന്നാമത്തേത് സ്റ്റാർട്ടിങ് ഓഫ് ഡേ ബ്രീഫിംഗ് പറഞ്ഞു. 2, ഫെസിലിറ്റി ചെക്കിങ് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം റിവ്യൂ വർക്ക് അലോക്കേഷൻ. ഇപ്പൊ നമുക്ക് ഓരോ ഏരിയ, നമുക്കിപ്പോ നമ്മുടെ ഹോസ്പിറ്റലിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 2 കളക്ഷൻ പോയിന്റ്സ് ആണുള്ളത്. ആ 2 കളക്ഷൻ പോയിന്റ്സിൽ കൃത്യം ആളുകൾ തന്നെയാണ് ഉള്ളതെന്ന് ഉറപ്പുവരുത്താം. അതായത് ബില്ലിങ്ങിലും ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, പിന്നെ ഫ്ലബറ്റോളജിയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളാണ് അവിടെ ഉള്ളത് എന്ന് ഉറപ്പുവരുത്തുക. എൻഷുർ സഫിഷ്യന്റ് സ്റ്റാഫ് കവറേജ് ഫോർ ദി പേഷ്യന്റ് സാമ്പിൾ കളക്ഷൻ ആൻഡ് പ്രോസസിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്. ഈ 3 ഏരിയയിലും
ആവശ്യമുള്ള എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫുകളും അവരെ സപ്പോർട്ടിംഗ് സ്റ്റാഫുകളും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. നാലാമതായിട്ട് QC, ensure that daily QC samples are run for the critical equipments and test. ഈ പിന്നെ QC എല്ലാ ദിവസവും കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പ്രോട്ടോകോൾ അനുസരിച്ച് ഡോക്യുമെന്റ് ചെയ്യുക. QCക്ക് വേണ്ടി ഒരു ഡോക്യുമെന്റ് ഉണ്ടാവും, ലോങ് ബുക്ക് വെക്കുക. എന്നിട്ട് കൃത്യം ഈ സംഗതികളൊക്കെ QC ചെയ്തിട്ടുണ്ട്, ഇന്ന ഡേറ്റിൽ QC ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. വെരിഫൈ ചെയ്യുക എല്ലാ ദിവസവും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു മോർണിംഗ് ഷിഫ്റ്റിലുള്ളത്. രണ്ടാമത് മിഡ് ഡേ ടാസ്ക് ഫ്രം 10 മണി മുതൽ 1 മണി വരെ ഉള്ളത്. സാമ്പിൾ പ്രോസസിംഗ് ഓവർസൈറ്റ്, പിന്നെ മോണിറ്റർ കളക്ഷൻ, ലാബലിംഗ്, പ്രോസസിംഗ് ഓഫ് ദി പേഷ്യന്റ് സാമ്പിൾസ്. കളക്ഷനിലും ലാബലിംഗ് ചെയ്യുന്നിടത്തും പ്രോസസിംഗ് ചെയ്യുന്നിടത്തും ഒക്കെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് ഉറപ്പുവരുത്തുക. എൻഷുർ അഡറൻസ് ഓഫ് ദ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഫോർ ദ സാമ്പിൾ ഹാൻഡ്ലിംഗ്. ഓരോ സാമ്പിൾ ഹാൻഡിൽ ചെയ്യുമ്പോഴും ഓരോന്നിനും SOPs ഉണ്ടല്ലോ, അത് കൃത്യം അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഉറപ്പുവരുത്തുക. SOPs അറിയാത്ത ആളുകൾക്കാണെങ്കിൽ ഓരോന്നിനും SOP കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അടുത്തത് കോർഡിനേഷൻ വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ്. ഇപ്പോൾ ഹോസ്പിറ്റലാകുമ്പോൾ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ്, OP, IP, എമർജൻസി, ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവർക്ക് വേണ്ട സാമ്പിൾസ്, ഇപ്പോൾ OPയിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് വേണ്ടത് ഉണ്ടാവും. പിന്നെ IP ആകുമ്പോൾ അവർക്ക് റിസൾട്ടുകൾ കൃത്യസമയത്ത് എത്തിക്കേണ്ടതുണ്ടാവും. റൗണ്ട്സ് എത്തുന്നതിന് മുമ്പ് ഡോക്ടേഴ്സിനെ ഇൻഫോം ചെയ്യേണ്ടതുണ്ടാവും. പിന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എമർജൻസി ആയിട്ട് കൊടുക്കേണ്ട റിസൾട്ടുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ അഡ്രസ് എനി ഇഷ്യൂ ഇൻ സാമ്പിൾ കളക്ഷൻ, ടെസ്റ്റ് റിപ്പോർട്ടിംഗ്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുകയും ചെയ്യുക. പിന്നെ അടുത്തത് ചെയ്യേണ്ടത് ടെസ്റ്റ് റിസൾട്ട് വാലിഡേഷൻ ആണ്. ഓരോ റിവ്യൂ ആൻഡ് വാലിഡേറ്റ് ക്രിട്ടിക്കൽ ഓർ അബ്നോർമൽ ടെസ്റ്റ് റിസൾട്ട് ബിഫോർ ദേ ആർ റിലീസ്ഡ്. അതായത് ഒരു റിസൾട്ടുകളും അബ്നോർമൽ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ വാല്യൂ ഉള്ള ഏതൊരു റിസൾട്ടും ഇൻചാർജ് കാണാതെ ഡിസ്പാച്ച് ചെയ്യാൻ പാടില്ല. എല്ലാം ഇൻചാർജ് ത്രൂ ആയിരിക്കണം. അതായത് ക്രിട്ടിക്കൽ വാല്യൂ എന്താണ്, അബ്നോർമൽ വാല്യൂ എന്താണ് എന്നുള്ള ഓരോ ടെസ്റ്റിന്റെയും കൃത്യമായിട്ട് എല്ലാവർക്കും അവയർനെസ് ഉണ്ടാക്കണം. ഇങ്ങനൊരു ടെസ്റ്റ് റിസൾട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് ഇൻചാർജ് ത്രൂ ആയിരിക്കണം കൊടുക്കേണ്ടത്. Then inventory management. Update inventory long and for the reagent and supplies used during the day. അതായത് ഇന്ന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അതായത് ഇൻവെന്ററി മാനേജ്മെന്റ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന സംഗതികൾ, അതിനൊരു ഇൻവെന്ററി ബുക്ക് കീപ്പ് ചെയ്യുക. ഓരോ ദിവസവും നിങ്ങൾക്ക് പിന്നെ ഉപയോഗിക്കുന്ന സപ്ലൈസോ ഓർഡർ ചെയ്യേണ്ടതോ ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പൊ ഇത്ര സ്റ്റോക്ക് വന്നു, ഇത്ര ഉപയോഗിച്ചു, ഇത്ര ബാലൻസ് എന്നുള്ളത് എല്ലാം കൃത്യം ഇൻവെന്ററി സ്റ്റോക്ക് ബുക്കിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് എല്ലാ ദിവസവും. എന്തെങ്കിലും ഹൈലൈറ്റ് എനി ലോ സ്റ്റോക്ക് ഐറ്റംസ് റീഓർഡർ ചെയ്യേണ്ടതുണ്ട്. ലോ സ്റ്റോക്ക് ഉണ്ട്, പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി ആയിട്ട് ലോ സ്റ്റോക്ക് ആയി ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് 1 മണിയുടെ മുമ്പായിട്ട് 1 മണി to 4 മണിയുടെ ഉള്ളിൽ ആ സാധനം ഇൻഫോം ചെയ്യുകയും പെട്ടെന്ന് തന്നെ എത്തിക്കാനുള്ള പരിപാടികൾ ചെയ്യുകയും ചെയ്യുക. Then internal quality assurance. Perform the random check of the test result accuracy and reliability. സാധാരണ നമ്മൾ എല്ലാം സ്മൂത്ത് ആയിട്ട് പോവുകയാണെങ്കിൽ പോലും നമ്മൾ ഏതെങ്കിലും റാൻഡം ആയിട്ട് ഒരു ടെസ്റ്റ് റിസൾട്ട് നമ്മളുടെ പിന്നെ പുറത്തേക്ക് വിട്ട് ചെക്ക് ചെയ്യിക്കുക. എന്നിട്ട് അത് റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. ആ റിസൾട്ടും നമ്മുടെ റിസൾട്ടും തമ്മിൽ തട്ടിച്ചു നോക്കുക. ഇപ്പോഴും ഈ സംഗതികൾ ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ NABL അല്ലെങ്കിൽ NABH സ്റ്റാൻഡേർഡുകൾ കീപ്പ് ചെയ്യുക. ആ സ്റ്റാൻഡേർഡുകൾ കീപ്പ് ചെയ്തിട്ടാണ് ഈ സംഗതികളെല്ലാം പോകുന്നത് എന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ 7ാമത്തെ കാര്യം ടെസ്റ്റ് റിസൾട്ട് വാലിഡേഷൻ ആണ്. 8 ഇൻവെന്ററി മാനേജ്മെന്റ് ആണ്. 9 ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് ആണ്. 10ാമത്തത് എക്യുപ്മെന്റ് മെയിൻ്റനൻസ്. ഷെഡ്യൂൾ ആൻഡ് ഓവർസീ ദ റുട്ടീൻ എക്യുപ്മെന്റ് മെയിൻ്റനൻസ്, ട്രബിൾ ഷൂട്ടിംഗ് ഇഫ് നീഡഡ്. അതായത് ഒരു എക്യുപ്മെന്റിന്റെ ട്രബിൾ ഷൂട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കുക, മനസ്സിലാക്കുക. ഇൻ കേസ് സാധാരണ നമ്മൾ AMC ഉള്ളതൊക്കെ ആണെങ്കിൽ അവർ കൃത്യമായിട്ട് വന്ന് മെയിൻ്റെനൻസ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഉണ്ടെങ്കിൽ അതിന്റെ ഒക്കെ ഒരു
എന്താ പറയാ രജിസ്റ്റർ കീപ്പ് ചെയ്യുക. റിപ്പോർട്ട് എനി മാൽ ഫംഗ്ഷൻ ടു ബയോമെഡിക്കൽ എഞ്ചിനീയർ ടു മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ്. അതായത് എന്തെങ്കിലും ചെറിയ ചെറിയ സംഗതികളാണെങ്കിൽ നമുക്ക് ബയോമെഡിക്കൽ എഞ്ചിനീയർ ഉണ്ട്, പുള്ളിനെ ഇൻഫോം ചെയ്യാം. അല്ല നമുക്ക് AMC ഉള്ള മെഷീൻസ് സംഗതികളാണ് എന്നുണ്ടെങ്കിൽ ആ മെഷീന്റെ കമ്പനികളെ വിളിച്ച് റിപ്പോർട്ട് ചെയ്യുകയും അതിന് കൃത്യം റിപ്ലൈ കിട്ടുന്നുണ്ട്, അവർ കൃത്യമായിട്ട് വന്ന് അതിനെ അഡ്രസ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. 11ാമത്തെ കാര്യം പേഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. അഡ്രസ് പേഷ്യന്റ് ക്വറീസ് റിലേറ്റഡ് ടു ടെസ്റ്റ് ഓർ ഡിലേസ്. ഇപ്പോ ഒരു പേഷ്യന്റ് എന്തെങ്കിലും പ്രത്യേക ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിലേ വരിക, അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരിക, അത് കൃത്യമായിട്ട് നമ്മളുടെ കളക്ഷനിലുള്ള സ്റ്റാഫുകൾക്ക് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇൻ കേസ് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കാര്യം എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുകയും ആ പേഷ്യന്റിനെ കാം ആക്കിയിട്ട് അവർക്ക് കൃത്യമായ റിപ്പോർട്ട് അല്ലെങ്കിൽ കൃത്യമായ ആൻസർ കിട്ടി എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യുക. എൻഷുർ സ്റ്റാഫ് ഫോളോസ് ദ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ. കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്ന് സംഗതി പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അതായത് എന്തൊരു കാര്യത്തിന് ചോദിക്കുകയാണെങ്കിലും എങ്ങനെ കാര്യങ്ങൾ പറയണം. ഇപ്പോൾ നമ്മളുടെ ടെസ്റ്റുകളുടെ റിപ്പോർട്ട്, ടേൺ അറൗണ്ട് ടൈം, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അത് എല്ലാവർക്കും അറിയാം. അക്കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ ഈ അസുഖത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് അറിയാത്ത എന്തെങ്കിലും ഏരിയകൾ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ഡോക്ടേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് റിസൾട്ട് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ അവരെ കൂട്ടി പോയി നമ്മളുടെ പിന്നെ അവൈലബിൾ ഡോക്ടർ ഉണ്ടെങ്കിൽ അവരെ കാണിച്ച് അവർക്ക് പേഷ്യന്റ് സാറ്റിസ്ഫൈ ആയി എന്ന് ഉറപ്പുവരുത്താം. ദെൻ സ്റ്റാഫ് ട്രെയിനിങ് ആൻഡ് ഗൈഡൻസ്. സ്റ്റാഫ് ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ഓൺ ദ സ്പോട്ട് ഗൈഡൻസ്. ഇപ്പൊ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് ആ സ്പോട്ടിൽ ഗൈഡൻസ് കൊടുക്കുക. ലാബ് സ്റ്റാഫ് റിഗാർഡിംഗ് പ്രൊസീജിയേഴ്സ് ഓർ ന്യൂ എക്യുപ്മെന്റ്സ്. പുതിയ എക്യുപ്മെന്റ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഉള്ളതിനെ കുറിച്ചോ അവർക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നോട്ട് ഏരിയാസ് ഫോർ ദ ട്രെയിനിങ് ആൻഡ് ഇംപ്രൂവ്മെന്റ്. അവർക്ക് വേണ്ട ട്രെയിനിങ് ഏതിലാണ് കൊടുക്കേണ്ടത് എന്ന് നോട്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ഓരോ ദിവസങ്ങളിലും അവരെ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അതിൽ എന്ത് വേണം, അവരെ കുറിച്ച് ഓരോ സ്റ്റാഫിനെ കുറിച്ചുള്ള ഒരു രജിസ്റ്റർ അല്ലെങ്കിൽ ഒരു ഡയറി കീപ്പ് ചെയ്യണം അവരുടെ ഇംപ്രൂവ്മെന്റിന്. അതേപോലെ തന്നെ നമ്മൾ ട്രെയിനിങ് പ്രോസസ്സുകൾ വരുന്നത് നമ്മളുടെ സ്റ്റാഫ് പ്രോസസ്സുകൾ ഉണ്ട്. ഒരു ദിവസം ഒരു സ്റ്റാഫ് ചെയ്യേണ്ട പ്രോസസ്സുകൾ, ആ പ്രോസസ്സുകളെ കുറിച്ച് എല്ലാ സ്റ്റാഫുകളും കൃത്യമായ ധാരണയുള്ളവരാണ് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. അതെങ്ങനെ ഉറപ്പുവരുത്തുക? എല്ലാ ദിവസവും ഓരോരോ പ്രോസസ്സുകളെ കുറിച്ച് അവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവർക്ക് കൃത്യം ഇൻഫർമേഷൻ അതിനെക്കുറിച്ചുണ്ട്, കൂടുതൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഈവനിങ് ടാസ്കിലേക്ക് വരുന്നു. ദെൻ റിപ്പോർട്ട് ആൻഡ് ഫൈനലൈസേഷൻ ആൻഡ് ഡെലിവറി. അതായത് എല്ലാ ടെസ്റ്റുകളും ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാം ഓൺ ട്രാക്കിലാണ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എത്തേണ്ട അല്ലെങ്കിൽ പേഷ്യൻസിന് എത്തേണ്ട റിപ്പോർട്ടുകളെല്ലാം എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. എന്തെങ്കിലും എന്താ പറയാ എറേഴ്സോ റിപ്പോർട്ടിംഗ് എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുക. പിന്നെ ഡാറ്റ മാനേജ്മെന്റ്, അപ്ഡേറ്റ് റെക്കോർഡ്സ് ആൻഡ് ലബോറട്ടറി ഇൻഫർമേഷൻ ആൻഡ് മാനേജ്മെന്റ് സിസ്റ്റം. ഓൾറെഡി നമ്മൾ സോഫ്റ്റ്വെയറിൽ എല്ലാം അടിക്കുന്നതാണ്, അത് മാനുവൽ ആയിട്ട് നമ്മൾ രജിസ്റ്ററും കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത് എൻഷുർ വാട്സ്ആപ്പ് നമ്പേഴ്സ് ആർ സെൻഡ് ടു ദ കളക്ഷൻ ഗ്രൂപ്പ്. അതായത് നമ്മൾ ഓരോ പേഷ്യന്റ് വരുമ്പോഴും അവരോട് വാട്സ്ആപ്പ് നമ്പർ എഴുതാൻ വേണ്ടിയിട്ടൊരു പേപ്പർ കൊടുക്കുന്നുണ്ട്. ആ പേപ്പർ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഫോട്ടോ എടുത്തിട്ട് ഇൻചാർജ് എന്ത് ചെയ്യണം, വാട്സ്ആപ്പ് കളക്ഷൻ ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുത്തു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ദെൻ ഡെയിലി സമ്മറി റിപ്പോർട്ട്. Compile a summary of the day's workload, test performed, QC result, in any additional incident എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ റിപ്പോർട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാവുക. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കയ്യിലെ സാധനം ഉണ്ടാവുക. സബ്മിറ്റ് ദ റിപ്പോർട്ട്. അതായത് അബ്സ്ട്രാക്ട് ഓരോ 2 hours നമ്മളെ അഡ്മിനിസ്ട്രേഷൻ, അതായത് ലാബ് അഡ്മിനിസ്ട്രേഷൻ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിൽ എല്ലാ 2 hours ഈ റിപ്പോർട്ടുകൾ വന്നു എന്ന് അപ്ഡേറ്റ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ബൈ മോർണിംഗിലെങ്കിലും ആ കൃത്യം സമയത്ത് റിപ്പോർട്ട് മീൻസ് അബ്സ്ട്രാക്ട് ഫോട്ടോ എടുത്ത് നമ്മളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടു എന്ന് ഉറപ്പുവരുത്തുക. എൻഡ് ഓഫ് ദി ടാസ്ക് റിവ്യൂ പെൻഡിങ് ലോഡ്സ് ഉണ്ടോ നോക്കുക. ഐഡന്റിഫൈ എനി പെൻഡിങ് ടെസ്റ്റ് ഇഷ്യൂസ് ആൻഡ് പ്ലാൻ ഫോർ ദെയർ റെസൊല്യൂഷൻ. നെക്സ്റ്റ് ഡേയിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഷിഫ്റ്റിലോ ഈ സംഗതികൾ തീരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ചില ടെസ്റ്റുകൾ നമ്മൾ പുറത്തേക്ക് കഴിയുമ്പോൾ ഇത്ര ദിവസം എന്നുള്ളത് പറയും, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. കമ്മ്യൂണിക്കേറ്റ് പെൻഡിങ് ടാസ്ക് ടു നൈറ്റ് ഷിഫ്റ്റ് സ്റ്റാഫിന് കൊടുക്കുക.
കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്തെങ്കിലും സംഗതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ സ്റ്റാഫ് ബ്രീഫിംഗ്, കണ്ടക്ട് എ ഷോർട്ട് ബ്രീഫിംഗ് ഡീബ്രീഫിംഗ് സെഷൻ ടു അഡ്രസ് ദ ചാലഞ്ചസ് ഫേസ്ഡ് ഇൻ ദ ഡ്യൂറിംഗ് ദി ഡേ. ഇന്ന് എന്തെങ്കിലും അവർക്ക് എല്ലാവരെയും വിളിക്കുക, ഇത് ക്ലോസ് ചെയ്യുന്നതിന് മീൻസ് ഷിഫ്റ്റ് ക്ലോസ് ചെയ്യുമ്പോൾ എല്ലാവരെയും വിളിച്ചിട്ട് അവർക്ക് ഡീബ്രീഫിംഗ് ചെയ്യുക. നമ്മൾ ആ രാവിലെ പറഞ്ഞു കൊടുത്തു, ഡീബ്രീഫിംഗ് ചെയ്യുക, എല്ലാം കൃത്യമാണോ, എന്തെങ്കിലും അതിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും പിന്നെ ഇന്നത്തെ ചാലഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ഡേയിലേക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരിൽ നിന്ന് ഇൻഫർമേഷൻസ് എടുക്കുക. നോട്ട് ഫീഡ്ബാക്ക് ഓർ സജഷൻ ഫ്രം ദി സ്റ്റാഫ് ഫോർ ദി ഇംപ്രൂവ്മെന്റ്. സ്റ്റാഫുകൾ എന്തെങ്കിലും സജഷൻസോ ഫീഡ്ബാക്കോ പറയുകയാണെങ്കിൽ അത് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുകയും അവർക്ക് അതിനെ മറുപടി കൊടുക്കുകയും ചെയ്യുക, അവരുടെ ഡെവലപ്മെന്റിനും ഇംപ്രൂവ്മെന്റിനും വേണ്ടി. അഡീഷണൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഇത്രയും കാര്യങ്ങളാണ് എല്ലാം ചെയ്യേണ്ടത്. അഡീഷണൽ റെസ്പോൺസിബിൾ ലാബ് മീറ്റ്സ് അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ്, NABH അല്ലെങ്കിൽ NABL ഒക്കെ ഉള്ള സ്റ്റാൻഡേർഡുകൾ കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. റിവ്യൂ ഡോക്യുമെന്റേഷൻ കൃത്യമാണ്, ഓരോ പിന്നെ പ്രോസസ്സുകളും കൃത്യമാണ്, പിന്നെ അതിന്റെ കമ്പൈലൻസ് ഓഡിറ്റ് ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും, അല്ലെങ്കിൽ ഇത്ര ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഇത്ര ഏരിയകൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ള കമ്പൈലൻസ് ചെക്ക് ചെയ്യുക. സേഫ്റ്റി ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്, പിന്നെ ഇത് ഉപയോഗിക്കുന്ന സ്റ്റാഫുകളുടെ സേഫ്റ്റി പ്രോട്ടോകോൾസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ, ബയോ ഹസാർഡ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ടാണ് ഡിസ്പോസൽ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ഉറപ്പുവരുത്തുക. അതിന് വേണ്ടിയിട്ട് ഇമാജിന്റെ ക്ലാസ്സുകൾ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് തന്നെ ആരെങ്കിലും ഡെവലപ്ഡ് ആയിട്ട് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയ ഒരാൾ ഒരു വീക്ക്ലി ഒരു ക്ലാസ് ഒക്കെ എല്ലാവർക്കും കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ നിങ്ങൾ തന്നെയും കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി ബെസ്റ്റ്. പിന്നെ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്, ഐഡന്റിഫൈ ദ ഗ്യാപ്പ് ഇൻ ദ വർക്ക് ഫ്ലോ. ആ വർക്ക് ഫ്ലോയിൽ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവിടെ പുതിയ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുക. പ്രോസസ് ഇംപ്രൂവ്മെന്റ്, പ്രോസസ്സിൽ എവിടെയെങ്കിലും ഗ്യാപ്പ് കാണുകയാണെന്നുണ്ടെങ്കിൽ, ഇതൊരു അൾട്ടിമേറ്റ് എന്താ പറയാ തെറ്റുകളൊന്നും സംഭവിക്കാത്തൊരു പ്രോസസ് അല്ല. ഇൻ കേസ് അതിൽ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഇൻഫോം ചെയ്യുക, അതിങ്ങനെ മാറ്റിയിട്ട് നമുക്ക് ഇംപ്രൂവ് ചെയ്യാം, പ്രോസസ് ഇംപ്രൂവ് ചെയ്യാം എന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ കയ്യിൽ നിന്ന് ചെയ്യാവുന്ന സാധനമാണ്. ഷെഡ്യൂൾ ദ റെഗുലർ സ്റ്റാഫ് ട്രെയിനിങ് സെഷൻ ഓൺ ദ ന്യൂ പ്രോട്ടോകോൾ ഓർ ന്യൂ ടെക്നോളജീസ്. ന്യൂ ടെക്നോളജീസിനെ കുറിച്ചും, ന്യൂ ടെക്നോളജീസ് മാത്രമല്ല നമ്മളുടെ സ്റ്റാഫ് ട്രെയിനിങ് സെഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായി നമ്മൾ ഓരോ പ്രോസസ്സുകളുണ്ട്, അത് എല്ലാ ദിവസവും പറ്റുകയാണെങ്കിൽ എല്ലാ ദിവസവും അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇരിക്കുക. 1 or 2 സ്റ്റാഫുകൾക്കായിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. അവർ ഇംപ്രൂവ്മെന്റ് നോട്ട് ചെയ്യുകയും ചെയ്യുക.